വചനമൊഴി ജനുവരി 14. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോ ചെയ്ത ആദ്യ അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണമാണ്. കാനായിൽ ഒരു കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ഈശോ. വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന ഈ അത്ഭുതം ചെയ്തുകൊണ്ട് ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നാണ് സുവിശേഷകൻ പറയുന്നത്. വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം ഈശോ മിശിഹായാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു. പഴയ നിയമത്തിൽ മെസ്സിയാനിക യുഗത്തിന്റെ അടയാളമായിട്ട് വിരുന്ന് പറഞ്ഞിരുന്നു. അപ്രകാരമുള്ള വിരുന്നിൽ മേൽത്തരം വീഞ്ഞ് നൽകപ്പെടുമെന്നും പ്രവാചകന്മാര് പ്രവചിച്ചിരുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:6, ജോയേൽ 3:18, ആമോസ് 9:13 ഇവിടെയെല്ലാം മെസ്സിയാനിക യുഗത്തിന്റെ അടയാളമായി മേൽത്തരം വീഞ്ഞിനെ കുറിച്ച്, പുതുവീഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോ തന്റെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ വിവാഹ വിരുന്നിൽ മേൽത്തരം വീഞ്ഞ് നൽകിക്കൊണ്ട് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് ഈശോ എന്ന കാര്യം പ്രഖ്യാപിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ ചെയ്യുന്നത്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി മിശിഹ വന്ന് പുതിയ നിയമം നൽകുന്നതിനെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. 6 കൽഭരണികൾ പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്ന കൽഭരണികളായിരുന്നു. ആ കൽഭരണികൾ ശൂന്യമായി എന്ന് പറയുമ്പോൾ പഴയ നിയമം പൂർത്തിയായി എന്നും, ആ കൽഭരണികളിൽ തന്നെ വെള്ളം നിറച്ച് അത് പുതുവീഞ്ഞായി നൽകിയപ്പോൾ പഴയ നിയമം പൂർത്തീകരിച്ച് പുതിയ നിയമം ആരംഭിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി വന്ന മിശിഹായുടെ മഹത്വം വെളിപ്പെടുത്തുന്ന സംഭവമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ നടക്കുന്നത്. ഇന്ന് വായിക്കുന്ന ലേഖന ഭാഗം വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ സ്വർഗീയ വിരുന്നിന്റെ കാര്യം പറയുന്നു. മണവാളനായ മിശിഹായും മണവാട്ടിയായ സഭയും. മിശിഹായുടെ മഹത്വം പ്രകീർത്തിക്കുന്ന സഭാ സമൂഹത്തെയാണ് നാം ആ ദർശനത്തിൽ കാണുന്നത്. പഴയ നിയമത്തിൽ വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. പ്രവചനമനുസരിച്ച് മിശിഹ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും ചെയ്തു. മിശിഹായോടൊത്ത് സഭാസമൂഹം മുഴുവൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതിനെ കുറിച്ചാണ് യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള ദർശനത്തിൽ നാം ശ്രവിക്കുന്നത്. യുഗാന്ത്യത്തിൽ മനുഷ്യകുലം മുഴുവൻ മിശിഹായോടൊത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ആ സ്വർഗീയ വിരുന്നിനെ കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ നാം ശ്രവിക്കുന്നത്. മിശിഹായുടെ മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുകയും മിശിഹാ രഹസ്യത്തെ ആഴത്തിൽ ഗ്രഹിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ ദൻഹാകാലത്ത് മിശിഹായെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുന്നതിനും മിശിഹ അനുഭവത്തിൽ വളരുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.